പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സ്നേഹത്തോടെയാൽ ധാരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ മനസ്സിലാക്കി ആരാധിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. കർത്താവിനിൽ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ. നീയാണ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോയെ, ഇത്ര വലിയ സ്നേഹമാണ് നീ ഞങ്ങളോട് കാണിച്ചത്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങൾ കാണുകയാണ്. കാൽവരിയിലെ ഏറ്റവും വലിയ അത്ഭുതം, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, കരുണയുടെ ഏറ്റവും വലിയ അത്ഭുതം ഇതാ ഞങ്ങളുടെ മുമ്പിൽ. അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ദർശിക്കുന്നു. ഈശോയെ, സ്നേഹം മാത്രമായ അങ്ങ് നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ഈ ഒരു പ്രഭാതത്തിൽ മനസ്സ് തുറന്ന് എല്ലാ ശക്തിയോടും പൂർണ്ണശക്തിയോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, വചനത്തിൽ നീ ഞങ്ങളോട് അരുളി ചെയ്ത കാര്യം സങ്കീർത്തകൻ പറയുന്നത് പോലെ 62-ാം സങ്കീർത്തകൻ പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. സങ്കീർത്തകന് കൂടെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. അതിൻ്റെ അർത്ഥം എന്തുമാത്രം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടാലും ദൈവത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീഴാതെ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ആ ഒരു വലിയ ഉറപ്പായിരുന്നു സങ്കീർത്തകൻ അനുഭവിച്ചറിഞ്ഞത്. വീണ്ടും 63-ാം സങ്കീർത്തനത്തിൽ ഈ ആശ്വാസകേന്ദ്രമായ ദൈവത്തെ അത്രമാത്രം ദാഹിക്കുന്ന സങ്കീർത്തകനെ കാണാൻ പറ്റും. 63-ാമത്തെ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു, ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. എന്തുമാത്രം തീവ്രമായ ഒരാഗ്രഹമാണ് സങ്കീർത്തകൻ്റേത്. ദൈവത്തെ അത്രമാത്രം തേടിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ആഴമായി ദാഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സങ്കീർത്തകനെ കാണാൻ പറ്റും. കാരണം ദൈവത്തെ പിരിഞ്ഞ് ഒരു ജീവിതം തനിക്കില്ല എന്നുള്ളൊരു വലിയ ബോധ്യം സങ്കീർത്തകനുണ്ടായി. വീണ്ടും തുടർന്ന് 63-ാം സങ്കീർത്തനത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റും, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഈശോയെ, സങ്കീർത്തകനിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്ന ഓരോ കാര്യം, ഞങ്ങളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നെ അനുഭവിക്കുവാനും അറിയുവാനും നിന്നോട് ചേരുവാനുമായിട്ടുള്ള വലിയ ആഗ്രഹമുണ്ട്. വിശുദ്ധ അഗസ്തീനസിനെ പോലെ, കർത്താവേ, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവത്തെ തേടുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തോടൊപ്പമായിരിക്കുവാനുമുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. ആ ഒരു ആഗ്രഹത്തെ പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു പോകാറുണ്ട്. ഈ ഒരു വലിയ ആഗ്രഹത്തെ ഒരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അവഗണിക്കാൻ പാടില്ല. ഈ ആഗ്രഹത്തെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കണം. ദൈവത്തെ തേടുവാനായിട്ടുള്ള ആഗ്രഹം, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അനുഭവിച്ച് ദൈവത്തോടൊപ്പമായിരിക്കാനായിട്ടുള്ളൊരു വലിയ ആഗ്രഹം.
അപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ്, അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. അത്രമാത്രം ദൈവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ആശ്വാസം അനുഭവിച്ചറിഞ്ഞ സങ്കീർത്തകനെ പോലെ ഈ ഒരു പ്രഭാതത്തിൽ നമുക്കും ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ദിവ്യകാരുണ്യം ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ വീണുപോകാതെ അതിനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ജീവൻ നിലനിർത്തുവാൻ അല്ലെങ്കിൽ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച എൻ്റെ ദൈവം ഇതാ ഇയാൾ താരയിൽ ദിവ്യകാരുണ്യമായി തിരുവോസ്തുരൂപനായി നമ്മുടെ കൂടെയായിരിക്കുന്നു. ദൈവം ഇമ്മാനുവേലാണ്, കൂടെ വസിക്കുന്നവനാണ്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. കാരണം നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഇതാ ഇയാൾ താരയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന കൂടാരത്തിലേക്ക് കർത്താവ് നിന്നെ അറിയുവാനും അനുഭവിക്കുവാനും കടന്നു വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കും. ഭവനങ്ങളിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് കർത്താവ് ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ വലിയ വെളിച്ചത്തിൽ നല്ല ബോധ്യങ്ങൾ നൽകി അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തമായൊരു വലിയ ദൈവാനുഭവം അവർക്ക് നൽകണമേ. കർത്താവ് വചനത്തിൻ്റെ വലിയ ശക്തിയാൽ ആത്മാവ് പ്രവർത്തിക്കാനിടയാകട്ടെ. വലിയ മാറ്റങ്ങളും വലിയ അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവെ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. മനസ്സ് തുറന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നിത്യജീവൻ തന്നെയാണ്. ഈശോയെ, നീ വചനത്തിൽ അരുളി ചെയ്ത കാര്യമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ ഒരു ജീവിതത്തിൻ്റെ നൈമിഷികതയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല ദൈവത്തിൻ്റെ വലിയ സ്നേഹം. ദൈവം തരുന്ന ഏറ്റവും എല്ലാ കാര്യങ്ങളും അതിൻ്റെ പരിപൂർണതയിലാണ് നമുക്ക് നൽകുക. അതുകൊണ്ട് ദൈവം ചെറിയ കാര്യങ്ങളും തന്ന് നമ്മളെ സന്തുഷ്ടരാക്കുകയല്ല, മറിച്ച് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിത്യജീവൻ. ആ ഒരു വലിയ ബോധ്യത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ ഒരു പ്രഭാതത്തിൽ നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് നമ്മുടെ തീരുമാനത്തെക്കാൾ ഉപരിയായി ദൈവം ആഗ്രഹിച്ചു വന്ന ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ഒരു ദിവസം സാറ്റർഡേ കൺവെൻഷൻ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വലിയ ബോധ്യങ്ങൾ നൽകുന്ന ഒരു വലിയ അനുഭവമായിട്ട് മാറട്ടെ. ഈശോയെ, നിന്നെ ആരാധിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജപിക്കുന്ന ഒരു ആരാധന സമൂഹമായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ ആരാധന ആലയങ്ങളായിട്ട് മാറുവാൻ, ദേവാലയങ്ങളായിട്ട് മാറുവാൻ, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ, വ്യക്തിജീവിതങ്ങൾ കർത്താവേ അങ്ങ് വസിക്കുന്ന കൂടാരങ്ങളായിട്ട് മാറുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ബാധ്യത തേടി പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ജീവിതം മുഴുവനും കർത്താവിനെ വഹിച്ച ആദ്യത്തെ സക്രാരിയാണ്. കർത്താവിനെ കൊണ്ട് നടന്ന ആദ്യ സക്രാരി. പിന്നീട് കർത്താവിനെ പിരിഞ്ഞുള്ള ഒരു ജീവിതം പരിശുദ്ധ അമ്മയ്ക്കില്ലായിരുന്നു. ഉത്ഥാനത്തിൻ്റെ ശേഷവും എല്ലാ ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി സഹിയോൻ ഒട്ടുശാലയിൽ അവരെ പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനു വേണ്ടി അവർ കാത്തിരുന്നപ്പോൾ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിൽ ഏകീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം, യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ എല്ലാ മക്കളും നിറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ശക്തമായി ബാധ്യസ്ഥ വഹിക്കുന്നു.
ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമ്മൾ ചെലവിടുന്ന ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനത്തിൻ്റെ പ്രാർത്ഥനയായ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ, നല്ല ബോധ്യങ്ങൾ ലഭിക്കണമേ, പാപത്തെക്കുറിച്ചും പാപ സാഹചര്യങ്ങളെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ ലോക ജീവിതത്തെയും ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സങ്കീർത്തകൻ ഏറ്റുപാടിയതുപോലെ, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം നല്ല തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവയെ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട്, കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.